1 Corinthians chapter 1, 21-23. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇനിയും 2 Corinthians 11:2-4 വരെ വായിച്ചാട്ട്. 2 Corinthians 11:2-4 വരെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വായിച്ചാൽ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ അനദർ ജീസസ്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, അനദർ സ്പിരിറ്റ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ ഇന്ന് മാത്രമല്ല, ആദിമകാലത്ത് തന്നെ മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം അന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കൊണ്ട് അത് ശരിയായ യേശു ആണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നാട്ട് ഏഴാം അധ്യായത്തിന്റെ 21 മുതൽ വായിച്ചാട്ട്. എന്നോട് മത്തായി സുവിശേഷം 7:21 മുതൽ 23 വരെ. മാത്യു ചാപ്റ്റർ 7 verse 21-23. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് ഞാൻ തീർത്ത് പറയും. അപ്പോൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഒരാൾ പറയുന്ന ക്രിസ്തു യഥാർത്ഥ ക്രിസ്തു എന്ന് തീരുമാനിക്കുന്നത്. കാരണം അനേക സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ശബരിമലയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, വേളാങ്കണ്ണിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, തിരുപ്പതിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ആരും ചിന്തിച്ചു പോകരുത്. ദൈവത്തിൻ്റെ വചനപ്രകാരം അത് മനസ്സിലാക്കി എവിടാണെന്ന് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ ഒരു പറയുന്നതായ ക്രിസ്തു ശരിയായ ക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. എല്ലാവരും യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത് എങ്കിലും എല്ലാ യേശുവും യഥാർത്ഥ യേശു അല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്. ഇത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് അനേകരും അത്ഭുതങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നാം അറിയാതെ ചിന്തിച്ചു പോകും. എല്ലാ ശക്തിയും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ വഞ്ചന ഈ കാലങ്ങളിൽ വളരെ
വളരെ അധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയും നിങ്ങൾ ന്യായം വിധിക്കുവാനല്ല നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും ഓരോ ശുശ്രൂഷയെയും തൂക്കി നോക്കണം. എന്നിട്ട് തീരുമാനിക്കണം, ഇത് ദൈവത്തിൽ നിന്നാണോ അതോ വേറൊരു യേശുവിൽ നിന്നാണോ, വേറൊരാത്മാവിൽ നിന്നാണോ എന്ന്. ഇന്ന് വേറൊരാത്മാവിൻ്റെ പ്രവർത്തനം വളരെ 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 അധികമായി നടക്കുന്നുണ്ട്.